സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതേ ഒരു ഫ്ലവർ പോട്ടാണ് കേട്ടോ. അതിന് ഞാൻ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട് ഇവിടെ. അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ലൂസാക്കണം. ആദ്യം ഞാൻ കുറച്ചെടുക്കണമല്ലോ കേട്ടോ. ഇത് പെട്ടെന്ന് കട്ടാവുന്ന സൈസാണ്. ആദ്യം കുറച്ചെടുത്തിട്ട് ഒന്ന് ലൂസായി കൊടുക്കാം. കൂടുതലെടുത്ത് കഴിഞ്ഞാലേ പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ നമ്മൾ കുറേ വേസ്റ്റ് ആവും ചിലപ്പോൾ. അത് നമ്മൾ കോട്ടൺ തുണി ആട്ടത്. കോട്ടൺ തുണി എടുത്തിട്ട് പീസായിട്ട് എടുക്കണം. കോട്ടൺ തുണി ഇതിൽ മുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം വെക്കണം കേട്ടോ. അതിന് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണിത്. അത് നമ്മളിതിവിടെ വെച്ചിട്ട് നമ്മളിതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അതിനിത് ഈ ബലൂൺ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പോകും കേട്ടോ. കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്ലവർ പോട്ടിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇലേൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിന് നടുവിലൊരു കമ്പി കൊടുക്കുകയാണ്. ഇതിൻ്റെ തണ്ടായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു കമ്പി ഇത്ര നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനെ കൂടെ തിരിച്ചിട്ട് ജോയിൻ്റ് ആക്കാൻ പോകണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ചെടി ഇതിൽ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ആദ്യം ഞാനിത് ഒഴിക്കുന്നുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.